റിലീസിന് ശേഷം എമ്പുരാൻ എന്ന സിനിമ സംസാരിക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ആണ് സിനിമയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹെയ്റ്റ് ക്യാമ്പയിന് പിന്നിൽ മറ്റാരുമില്ല, കൂട്ടുകരച്ചിലും ഉയർന്നു കേൾക്കുന്നത് സംഘികളുടെ ഗോശാലയത്തിൽ നിന്നാണ്. സ്വാഭാവികം. അതുപോലെ പൂരെല്ലാം ഗംഭീരമായിട്ട് നടക്കും. നിങ്ങൾ ചർച്ചയാക്കിക്കോളൂ. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. അപ്പോ നല്ല കാര്യങ്ങൾ സംസാരിക്കും. തുടങ്ങി. മാഗസിൻ എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കോടതി ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവര് പറഞ്ഞോ? ഒരു സ്ക്രിപ്റ്റ് നിങ്ങളെടുത്ത് അവരെടുത്ത് നിന്ന് തരാൻ പറ. ഇതെന്താ അവര് കാണിക്കാഞ്ഞ? ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടി കുണ്ടിനാ. The notification contains substances which are unreasonable and unacceptable. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത് സർ. വിവരമില്ല, ഉയരമില്ല. ഫ്ലാഷ് ബാക്ക്. സാമൂഹിക വിമർശനം ഉന്നയിക്കാൻ സിനിമയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് കേരള സ്റ്റോറി. സിനിമ എല്ലാവരും കാണണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നമ്മൾ ഈ നാണം കേട്ടല്ലോ. സാമൂഹിക വിമർശനം ഉന്നയിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് കേരള സ്റ്റോറിയും വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സൗകര്യപൂർവം ഈ പറയുന്ന ലിബർട്ടി, ഫ്രീഡം അതൊന്നും പറയരുത്. എല്ലാം കാണട്ടെ ആൾക്കാർ. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ടങ്ങോട്ട് ഒരിക്ക. അതിനിവിടെ തേക്കാത്ത ചുമരുണ്ടോ? എന്റെ ദൈവമേ, അത് പ്രദർശിപ്പിക്കണം, അത് എല്ലാവരും കാണണം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. Don't make it a discussion. It's a film. അല്ല, ഞാൻ ആലോചിക്കുക, മനുഷ്യന് മിനിറ്റ് വെച്ച് ഇങ്ങനെ നല്ലവനാകാൻ പറ്റൂ?